ഹായ് നമസ്കാരം. നമ്മളിന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡിലാണ്. ചെത്തി കാറ്റാടി കവലയിലെ ഓട്ടോ സ്റ്റാൻഡാണ്. അവിടെ ഞങ്ങൾ വിശ്രമവേളകൾ ചെറിയ കളികളിലൊക്കെ ഏർപ്പെടാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ നമ്മുടെ നാട്ടിൻപുറത്തെ കവലകളിൽ പണ്ട് കാലത്ത് കളിച്ചിരുന്ന ഒരു കളിയാണ് അപ്പാപ്പൻ കളി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്ത് പറയുമെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ജോബിനാണ് ആദ്യമായിട്ട് എറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനും ഒരു കൈ നോക്കുകയാണ്. ഇതാ കുഴിയിൽ നിന്നൊക്കെ ചാടിപ്പോകുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളല്ലാത്തതുകൊണ്ട് അത് കുഴിയിൽ നിന്ന് ചാടിപ്പോവുകയാണ്. ജോബിനും എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. ഈ 9 കുഴിയാണ് ഇതിനകത്ത് നമ്മൾ ഇട്ടിരിക്കുന്നത്. നിജിനുണ്ട്, അജിയണ്ണനുണ്ട്, ജോബിനുണ്ട്, നമ്മളുടെ ജിജോയുണ്ട്, രാജേഷ്, ജനക്ഷേമം സ്റ്റാൻഡിലെ ജസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ നമ്മുടെ ഇവിടെ ഈ പഴയകാലത്തെ വട്ടുകളി കളിക്കാൻ വേണ്ടി എത്തുന്നത്. അജിയണ്ണൻ ഒരു വട്ട് വേറൊരു വട്ടിനെ മുട്ടി ആ വട്ട് കുഴിയിലിട്ടിരിക്കുകയാണ്. അപ്പോൾ അനിലുണ്ട്. ഇതാ രണ്ടാമത്തെ വട്ടം അജിയണ്ണൻ കുഴിയിലാക്കിയിട്ടുണ്ട്. 3 വട്ടമാണ് അജിയണ്ണൻ കുഴിയിട്ടത്. അതിൻ്റെ ഒരു സന്തോഷം പുള്ളിയുടെ മുഖത്ത് കാണുന്നത്. അനിലാണ്. അനിലിൻ്റെ വട്ടെറിഞ്ഞാൽ ഇത്തിരി സ്പീഡ് കൂടുതലായി. ആ ഒരു ടേണിങ്ങിലൂടെ വട്ട ഒരു കുഴിയിലേക്ക് വന്ന് വീണിരിക്കുകയാണ്. അനിൽ വീണ്ടും ടേൺ ചെയ്ത് രണ്ടാമത്തെ വട്ടം കുഴിയിലിടാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. ഇതാ സൈഡിലൂടെ പോയിരിക്കുകയാണ്. കുഴിയുടെ പറ്റക്കൂടെ വന്ന് പോയിരിക്കുകയാണ് വട്ട്. അനിലിന് ഒരു വട്ടം മാത്രമാണ്. ഇതാ നമ്മുടെ നിജിനാണ് ഇതിൽ അഗ്രഗണ്യനായിട്ടുള്ള രീതിയിലുള്ള. ഇതാ അപ്പാപ്പൻ വീണിരിക്കുകയാണ്. നിജിന് വട്ട് അപ്പാപ്പനായിരിക്കുന്ന 5 അതിൻ്റെ പോയിൻ്റായിട്ട് കുറവ് ചെയ്യുന്നത്. ഞങ്ങളുടെ നാട്ടിലെ ഒരു രീതി നിയമം ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് കളിക്കുന്നത്. ഒരു വട്ടിനെ ഇടിച്ച് തെറിപ്പിച്ചെങ്കിൽ 5 കടവുമായിട്ടാണിത്. നമ്മുടെ ചെത്തിനാടിൻ്റെ പ്രിയങ്കരനായ ഔസേപ്പാണ് നമ്മളോടൊപ്പം ഇന്ന് കളിക്കാൻ എത്തിയിരിക്കുന്നത്. ഔസേപ്പ് ഒരു വട്ട് ഔസേപ്പ് കുഴിയിലിട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ വട്ട് ഔസേപ്പ് ടേൺ ചെയ്ത് കുഴിയിലേക്ക് രണ്ടാമത്തെ വട്ട് വിട്ടിരിക്കുന്ന ഔസേപ്പിൻ്റെ മുഖത്ത് ആ സന്തോഷം നമുക്ക് വളരെ പ്രസാദിച്ചുള്ളൊരു ചിരി ഔസേപ്പിൻ്റെ മുഖത്ത് കാണാം. ഔസേപ്പിൻ്റെ ആ ഒരു കോൺഫിഡൻസ് പോയി. വട്ട് പിന്നെ സ്ലോ ആയി പോയിരിക്കുകയാണ്. ഔസേപ്പ് വീണ്ടും വട്ട് കുഴിയിലേക്കിട്ട് ഒരു കുഴിയിൽ തന്നെ 2 വെട്ടിട്ട് ഔസേപ്പ് വീണ്ടും പുഞ്ചിരിക്കുകയാണ്. അപ്പാപ്പനിട്ട അതിൻ്റെ ഒരു നിരാശ ഔസേപ്പിൻ്റെ മുഖത്ത് കാണാനുണ്ട്. ചെത്തിക്കാരൻ വ്ളോഗ് ചെയ്യുന്ന രാജേഷാണ്. രാജേഷ് വളരെ ലാഘവത്തോടു കൂടിയാണ് ആ വട്ടെറിയുന്നത്. മയം ന്യൂട്രൽ വന്ന് കുഴിയിൽ നിന്ന് കയറി ഇറങ്ങിപ്പോവുകയാണ്. ഓരോരുത്തരുടെ ശൈലിയിലാണ്. പതിയെ സ്ലോ ആയി പോയി. അപ്പാപ്പൻ വീണ്ടിരിക്കുകയാണ്. എല്ലാവരും ചിരിക്കുന്നുണ്ട്. പതിയെ മുട്ടി. അതിനെ മുട്ടി. വീണ്ടും കുഴിയിൽ വട്ടിട്ടിരിക്കുകയാണ്. 8 തോന്നുന്നത്. 2 അപ്പാപ്പൻ എല്ലാ വട്ടം 4 വട്ടമാണ് രാജേഷ് കുഴിയിലിട്ടിരിക്കുന്നത്. 6 5 വട്ടം കുഴിയിലിട്ട്. ജിജോയാണ്. ജിജോ 2 കൽപ്പിച്ച് ആണ് വട്ടെറിയുന്നത്. ജിജോ ആയിട്ട് ഹർഭജൻ സിംഗ് വട്ടെറിയാൻ വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിലാണ് വട്ടെറിയുന്നത്. ആദ്യത്തെ ടേണിംഗ് ഒക്കെ കഴിഞ്ഞ് ഒന്നും രക്ഷയില്ലെന്ന് കണ്ട് 9 വീഴ്ത്തിയിരിക്കുന്നത്. ഔസേപ്പ് കൈയടിക്കുന്നുണ്ട്. ഔസേപ്പിൻ്റെ കൈയടി കാണാൻ ചിരിയും മുഖത്ത് കാണുന്നുണ്ട്. ജിജോ ടേൺ ചെയ്തൊക്കെ ഇട്ടിട്ടും ഒരു രക്ഷയില്ല. ഒരു വട്ട് മാത്രമാണ് കുഴിയിലിടാൻ പറ്റിയിരിക്കുന്നത്. ജോബിൻ 2ാം തവണ വട്ടെറിയാൻ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഈ കളി അങ്ങനെ പുരോഗമിക്കുകയാണ്. ജോബിൻ വീണ്ടും വട്ടെറിഞ്ഞു കൊണ്ടിരിക്കുന്നു. വീണ്ടും അപ്പാപ്പൻ കുഴിയിലേക്ക് ജോബിൻ വട്ടിട്ടിരിക്കുകയാണ്. ജോബിന് ആ അപ്പാപ്പൻ വീണതിലൊരു സന്തോഷം കാണാനുണ്ട്. രണ്ടാമത്തെ വട്ട് അടുത്ത വട്ടെറിഞ്ഞു. അങ്ങനെ വട്ട് എല്ലാവരും കളി നമ്മൾ ഇന്നത്തെ ദിവസം നമ്മളിവിടുന്ന് പോവുകയാണ്.